സഹോദരങ്ങളെ, ഏതായാലും ഇന്ന് നിങ്ങൾക്ക് നമ്മൾ നൽകാൻ പോകുന്ന അറിവ് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നാലും പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ നിന്നും വന്നാൽ ചായക്ക് പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കടലപ്പൊടി, മൈദ, കറിവേപ്പില, മല്ലിയില, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പക്കുവട അല്ലെങ്കിൽ ഉള്ളിവട. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പക്കുവടയാണ്. ഏതായാലും ഞാൻ ഇതൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളൊരു മീഡിയം ടൈപ്പ് 4 ഉള്ളി, അതുപോലെ തന്നെ ഒരു 2 വലിയ പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-20 കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 തണ്ട് മല്ലിച്ചപ്പ്. ഈ 4 ഉള്ളിക്ക് ഏകദേശം ഒരു 150 ഗ്രാം കടലപ്പൊടി ചേർക്കും. ഒരു 2 ടീസ്പൂണ് മൈദ ചേർക്കും. മൈദ ചേർക്കുന്നത് കുറച്ചൊന്ന് കടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്കുവട തിന്നുമ്പോൾ ഒരു കടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന മുളക് പൊടി, ഒരിത്തിരി മഞ്ഞൾ പൊടി, അതെല്ലാം പാകത്തിന് ചേർക്കുക. ഇതാ ഇപ്പം വരും. ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു ഇതുപോലെയുള്ള കപ്പിലേക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വിടുക. പിന്നെ ഈ വീട്ടിൽ ചിലപ്പോൾ പെണ്ണുങ്ങോ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ എന്താ വേണ്ടതെന്നറിയോ, ഇതുപോലെ അങ്ങ് എടുത്താക്കിക്കളയും. പക്ഷെ അതിന് വേറൊരു വിഷയമുണ്ട്. ഇവർ ഈ കടലപ്പൊടി, മൈദ, ഉപ്പ് സാധനമെല്ലാം എവിടെ വെക്കുന്നതെന്നുള്ളത് ആദ്യമേ നോട്ടിട്ട് വെക്കണം കേട്ടാ. അല്ലെങ്കിൽ കളവൊക്കെ പോയിട്ട് മേടിക്കേണ്ടി വരും വേറെ തന്നെ പീടിയിൽ. നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 ടീസ്പൂണ് മൈദ. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇത് ടീസ്പൂണല്ല, ഇത് കരിസ്പൂൺ ആയതുകൊണ്ട് ഒറ്റ സ്പൂൺ ഇടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 150 കടലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കാണുന്നില്ലേ? നമ്മൾ പിന്നെ അതിൽ കൈ കണക്കായതുകൊണ്ട് നിങ്ങൾ തൂക്കത്തിനോ നിങ്ങളെങ്ങനെയാണ് അളവ് നിങ്ങൾക്ക് മനസ്സിലാകുക അതുപോലെ ചെയ്തോ. ഓക്കെ, ഉപ്പ് 1 ടീസ്പൂൺ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ അളവ് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവിൽ തന്നെ ഇടും. നിങ്ങളത് നോക്കിയിട്ട് ഇടണം, അതിൻ്റെ പാകത്തിനിടണം. ഓക്കെ, പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. മുളക് പൊടി ഒരു 2 ടീസ്പൂണ് കൊടുക്കണം. ആ പറയുന്ന അളവിലുള്ള ഉള്ളിക്കാണ്. എരിവാണല്ലോ, എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മ ഇങ്ങനെയാണ് ഇടല്, നമ്മളെ ഭാഷ അങ്ങനെയാണ്. മഞ്ഞൾ 1 സ്പൂണ്, ഇതാ ഈ സ്പൂണാണ്. അപ്പോൾ ഇതിൽ ഉള്ളിയിലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി വരാനും പെട്ടെന്ന് അത് ഉള്ളു വെന്ത് കിട്ടാനും കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കാണ്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല വൃത്തിക്കത് മിക്സ് ചെയ്ത് മിണ്ടി എടുക്കാന്ന് പറയും നമ്മളെ ഭാഷയിൽ. അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉപ്പും മുളകെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം. പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം അവിടെ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് എണ്ണ കായാൻ വെക്കണം. എന്നാലും നമ്മൾ ഈ പറയുന്ന സമയം കൊണ്ട് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്ത് എന്നിട്ട് അവിടെ പോയിട്ട് 2 ചായ കുടിച്ച് വന്നിട്ട് എണ്ണ വെച്ച് അത് നടക്കില്ല. നമുക്കിത് പെട്ടെന്ന് വേണ്ടിയിട്ടാണല്ലോ, പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ എണ്ണ ചൂടാൻ വെക്കണം. ഓക്കെ സഹോദരങ്ങളെ, നമ്മളങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക. എന്നിട്ട് അങ്ങ് കത്തിക്കുക. മിക്സ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണ ഏകദേശം ചൂടാകുന്ന സമയമാകുമ്പോൾ അതിന് ഉപ്പൊക്കെ പിടിക്കും. ഉപ്പും മുളകൊക്കെ അതിൻ്റെ മുകളിൽ പിടിച്ച് കയറി ടേസ്റ്റ് ആയിക്കോളും. പിന്നെ അഥവാ പാചകരാജ ചെയ്യും പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചെയ്യാൻ പറ്റട്ടെ. അഥവാ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് പവറില്ലെങ്കിൽ ഉള്ളിയുടെ വെള്ളം
ഇളകൂല. പിന്നെ അതുപോലെ തന്നെ ഉള്ളിക്ക് ഇപ്പോൾ ലേശം റേറ്റ് കൂടിയോണ്ട് കരിഞ്ഞിട്ട് ഉള്ളിയിൽ ചിലപ്പം വെള്ളം കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല പച്ചവെള്ളം ചേർത്ത് കൊണ്ട് മിക്സ് ചെയ്യുക. ഓക്കെ, എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ, ഇത് എൻ്റെ ഒരു കൈക്കേ ഉള്ളൂ, നിങ്ങൾ 2-3 കൈക്കുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉള്ളിയിടുക. ഓക്കെ, എണ്ണ ചൂടാണോ, നന്ന ചൂടാവരുത്, ഒരിളം ചൂടിൽ. മാഷാ അല്ലാ, നമ്മുടെ പക്കുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് പക്കുവട ഉണ്ടാക്കേണ്ടത് ചെയ്താം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഐറ്റംസ് ഇനിയും വരും ഇൻഷാ അല്ലാ. അതായത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ തിന്നുന്ന കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. ഓക്കെ, ബൈ.